ഒരു പോലീസുകാരൻ തന്നെ കൊടും ക്രിമിനൽ ആയാലോ? അതും നിരപരാധികളായ സ്ത്രീകളെ തിരഞ്ഞു കണ്ടുപിടിച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഒരു സാത്താനായാലോ? അതെ, 20ഓളം സ്ത്രീകളെയാണ് അയാൾ അത്തരത്തിൽ കൊന്നു തള്ളിയത്. എന്നാൽ ഇന്നും വധശിക്ഷ കിട്ടിയിട്ടും അത് നടപ്പിലാക്കാതെ അയാൾ തടവറയിൽ സുഖിച്ചു കഴിയുന്നു. നിരവധി തവണയാണ് അയാൾ ജയിലിൽ ചാടിയത്. ആ അവസരങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഇയാൾ ഒട്ടേറെ സ്ത്രീകളെ കൊന്നുതള്ളി. ആ അതിഭീകരമായ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ജമ്മു കാശ്മീരിലെ CRPF ക്യാമ്പ് അന്ന് ഉണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയോടെയാണ്. ക്യാമ്പിലെ കമാൻഡറുടെ മകളെ ഒരു ഗാർഡ് കടന്നു പിടിച്ചു അത്രേ. പീഡനശ്രമമായിരുന്നു. പെൺകുട്ടി കൃത്യസമയത്ത് പ്രതികരിച്ചത് കൊണ്ട് മാത്രം കൂടുതലൊന്നും സംഭവിച്ചില്ല. പക്ഷെ അയാളെ പിന്നീട് കണ്ടെത്താൻ സാധിച്ചില്ല. എങ്ങോട്ടേക്കോ അയാൾ ഓടിപ്പോയി. എത്ര തിരഞ്ഞിട്ടും കണ്ടെത്താൻ സാധിച്ചതേയില്ല. പക്ഷേ അന്ന് അയാളെ പിടിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്രയോ നിരപരാധികളായ സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതെ, ആ സാത്താൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് 20ഓളം സ്ത്രീകളെയാണ്. അവന്റെ പേരാണ് ഉമേഷ് റെഡ്ഡി. ഒരു പോലീസുകാരൻ തന്നെ ക്രിമിനലുമാവുകയാണെങ്കിലോ? അതെ, ഉമേഷ് റെഡ്ഡി ഒരു പോലീസുകാരനായിരുന്നു. കാമം തലയ്ക്ക് പിടിച്ച പോലീസുകാരൻ. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലെ ബാസപ്പ മാലികെ എന്ന ഗ്രാമത്തിൽ 1969 അയാളുടെ ജനനം. സെൻട്രൽ റിസർവ് പോലീസ് സേനയിൽ അഥവാ CRPF-ൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന് ജമ്മു കാശ്മീരിൽ നിയമനം ലഭിച്ചു. ഒരു കമാൻഡറിന്റെ വീട്ടിൽ ഗാർഡായി ഡ്യൂട്ടിയിലായിരിക്കെയാണ് അയാളുടെ ആദ്യത്തെ നീക്കം. കമാൻഡറിന്റെ മകളെയാണ് അന്ന് അയാൾ ലക്ഷ്യമിട്ടത്. കാമം മൂത്ത അയാളുടെ മുമ്പിൽ മേലുദ്യോഗസ്ഥന്റെ മകളാണ് എന്ന ബോധം പോലും ഉദിച്ചതേയില്ല. പക്ഷേ ആ ബലാത്സംഗ ശ്രമം പാളി. അതോടെ അയാൾ തന്റെ ഒളിച്ചോട്ട ഉദ്യമത്തിന് അവിടെ തുടക്കമിട്ടു. അതെ, അത് വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് അയാളുടെ രക്തക്കറ പുരണ്ട അധ്യായത്തിന്റെ ആരംഭം. ചിത്രദുർഗ ജില്ലയിലേക്കായിരുന്നു ആ ഒളിച്ചോട്ടം. 96-ൽ CRPF-ലെ തന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അവർക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ ആംഡ് റിസർവ് പോലീസിൽ ചേരാൻ സാധിച്ചു. തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം പരിശീലനം പൂർത്തിയാക്കി കർണാടകയിലേക്ക് മടങ്ങുകയും ചെയ്തു. റെഡ്ഡി തന്റെ ഇരകളെയൊക്കെ ശ്രദ്ധാപൂർവമാണ് തിരഞ്ഞെടുത്തത്. വീട്ടിൽ പുരുഷന്മാരില്ലാത്ത സമയത്ത് രാവിലെ ഒരു 11-നും ഉച്ചകഴിഞ്ഞ് 3-നും ഇടയിലായിട്ടാണ് അയാൾ സാധാരണയായി വീട്ടമ്മമാരെ ലക്ഷ്യം വെച്ചിരുന്നത്. വെള്ളമോ വിലാസമോ ഒക്കെ ചോദിച്ച് അയാൾ ഇരകളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുമായിരുന്നു. തുടർന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വസ്ത്രങ്ങൾ അഴിക്കാൻ നിർബന്ധിച്ച് കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു. പലപ്പോഴും ഇരകളെ ശ്വാസം മുട്ടിക്കുകയും അവർ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ബലാത്സംഗത്തിന് ശേഷം റെഡ്ഡി തന്റെ ഇരകളെ ക്രൂരമായി കൊലപ്പെടുത്തുക വരെ ചെയ്തു. കുറ്റകൃത്യം ഒരു കവർച്ചയാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ആഭരണങ്ങൾ കഴിച്ചു മാറ്റി. തുടർന്ന് അയാൾ ഇരകളുടെ അടിവസ്ത്രങ്ങളുമായി രക്ഷപ്പെട്ടു. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ റെഡ്ഡി വസ്ത്രത്തിനടിയിൽ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. 1996 നവംബറിൽ ചിത്രദുർഗയിലെ KB കോളനിയിൽ നടന്നു പോവുകയായിരുന്ന ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ റെഡ്ഡി ബലാത്സംഗത്തിനായി ശ്രമം നടത്തി. പെൺകുട്ടി അയാളെ ഒരു കല്ലുകൊണ്ട് അടിച്ചു വീഴ്ത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ 96 ഡിസംബർ 6-ന് അതേ പ്രദേശത്തുള്ള തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 16 വയസ്സുകാരിയായ രൂപയെ റെഡ്ഡി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്നു. തൊട്ടടുത്ത മാസം റിപ്പബ്ലിക് ദിന പോലീസ് പരേഡിൽ യാദൃശ്ചികമായി അയാളുടെ ആദ്യ ഇര അയാളെ തിരിച്ചറിഞ്ഞപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുകയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. രൂപയുടെ കൊലപാതകത്തിന് റെഡ്ഡിയെയും മറ്റു 4 പേരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പിന്നീട് മതിയായ തെളിവുകളുടെ അഭാവം മൂലം അദ്ദേഹത്തെ ഒരു കേസിൽ നിന്നും കുറ്റവിമുക്തനുമാക്കി. എന്നാൽ ചിത്രദുർഗ പോലീസ് അദ്ദേഹത്തെ ബെല്ലാരി ജയിൽ അധികൃതർക്ക് കൈമാറുന്നതിനിടെ റെഡ്ഡി രക്ഷപ്പെട്ടു. തുടർന്ന് ഇക്കാലത്തിനിടയിൽ ബാംഗ്ലൂരിൽ ഒരു ആദായ നികുതി ഉദ്യോഗസ്ഥന്റെ ഭാര്യയെയും അഹമ്മദാബാദിൽ ഒരു പെൺകുട്ടിയെയും ബറോഡയിൽ 2 പെൺകുട്ടികളെയും കുനികളിൽ ഒരു വിധവയെയും അയാൾ കൊലപ്പെടുത്തി. വീടുകളുടെ പിൻമുറ്റത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്ന അടിവസ്ത്രങ്ങൾ റെഡ്ഡി മോഷ്ടിക്കുമായിരുന്നു. 97 ജൂലൈ 7-ന് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ചതിന് പിനിയ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സംഭവമുണ്ട്. അദ്ദേഹത്തെ പോലീസ് ഇയാളുടെ മുറിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ അടിവസ്ത്രങ്ങൾ നിറച്ച ഒരു ബാഗ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പിനിയയിൽ അറസ്റ്റിലായ സമയത്ത് തന്റെ പേര് രമേശ് എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. മറ്റൊരു കേസിൽ ചോദ്യം ചെയ്യലിനായി മൈക്കോ ലേഔട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനിടെ വെറും 24 മണിക്കൂറിനുള്ളിലാണ് റെഡ്ഡി രക്ഷപ്പെട്ടത്. പോലീസ് ആദ്യം രക്ഷപ്പെടലൊക്കെ തടയാൻ ശ്രമിച്ചു. പക്ഷേ റെഡ്ഡിയുടെ പിതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. തുടർന്ന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. രമേശിന്റെ പേരിൽ ഒരു ലുക്കൌട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചു. 98
ഫെബ്രുവരി 28-ന് വീണ്ടും പിനിയിൽ 37 വയസ്സുള്ള വിധവയായ ജയശ്രീ മാറാടി സുഭയ്യയെ റെഡ്ഡി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ആ മൃതദേഹവുമായി പോലും അയാൾ ആവർത്തിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി പോലീസ് പറയുന്നു. അവരുടെ 8 വയസ്സുള്ള മകൻ സുരേഷ് സ്കൂളിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ റെഡ്ഡി വീട്ടിൽ കാണുന്നു. അമ്മയുടെ ശരീരത്തിൽ ഒരു ദുഷ്ട ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ട് എന്നും അതിനാൽ അയാൾ അവളെ ജനൽ ഗ്രില്ലിൽ കെട്ടിയിട്ടിടെന്നും റെഡ്ഡി ആ കുട്ടിയോട് പറഞ്ഞു അത്രേ. തുടർന്ന് ഒരു ഡോക്ടറെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അതോടെയും അവസാനിച്ചില്ല. പിനിയിൽ മറ്റൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ റെഡ്ഡി വീണ്ടും ശ്രമിച്ചു. എന്നാൽ ആ സ്ത്രീ വീട്ടിലെ എമർജൻസി അലാറം ഉയർത്തിയതിനാൽ ആ വീടിന്റെ 1-ാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അയാളുടെ കാല് ഉളുക്കുകയും ചെയ്തു. അതോടെ അയാളെ അയൽക്കാരൊക്കെ പിടികൂടി പോലീസിൽ എത്തിച്ചു. പക്ഷേ വീണ്ടും പതിവ് പോലെ സംഭവിക്കുകയാണ് ഉണ്ടായത്. അതായത് 99-ൽ റെഡ്ഡി വീണ്ടും ഹിരേകേരൂരിനടുത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് അയാളെ പിടികൂടുകയും പക്ഷെ വീണ്ടും ഇത്തരത്തിൽ രക്ഷപ്പെടലും പിടികൂടലും ആവർത്തിക്കുകയും ഉണ്ടായി. ഒടുവിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ ധാവൻഗേരെ, ഹുബ്ലി ധാവാഡ്, പൂനെ എന്നിവിടങ്ങളിൽ റെഡ്ഡി 3 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു. 3 മൊബൈൽ ഫോണുകളും 2 ക്രെഡിറ്റ് കാർഡുകളും അയാൾ മോഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് പൂനെയിലെ ഒരു ഹോട്ടലിൽ കുറച്ചുകാലം റെഡ്ഡി വെയിറ്ററായൊക്കെ ജോലി ചെയ്തു. അവിടെ നിന്ന് ഒരു മോഷണം നടത്തി അയാൾ പതിവ് ഒളിച്ചോട്ടം ആവർത്തിച്ചു. എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന പോലെ അതിസാഹസികമായി അയാളെ പോലീസ് ഒടുവിൽ കീഴടക്കി. 2002-ലാണ് സംഭവം. കൃത്യമായി പറഞ്ഞാൽ മെയ് 17-ന് റെഡ്ഡി തങ്കൂറിൽ നിന്ന് ബാംഗ്ലൂരുവിലെത്തി യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ തന്റെ ലഗേജ് ഒക്കെ ഉപേക്ഷിച്ചു. രാവിലെ ഒരു 8 മണിയോടെയാണ് സംഭവം. തന്റെ ഹെയർ കട്ട് ചെയ്യാനും ക്ലീൻ ഷേവ് ചെയ്യാനും അദ്ദേഹം യശ്വന്ത്പൂർ പ്രദേശത്തെ ഒരു സലൂണിൽ പോയി. സലൂണിലേക്ക് കയറിയപ്പോൾ ഒരു പത്ര ഫോട്ടോയിൽ നിന്നും നേരത്തെ കോടതിയിൽ ഹാജരാക്കിയതിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സത്യവേലു അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഡ്രൈവർ തന്റെ മൂത്ത സഹോദരൻ രാജേന്ദ്രനെ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് വിളിച്ച് പോലീസിനെ വിളിക്കാനായി ആവശ്യപ്പെട്ടു. അതേസമയം സലൂണിന് പുറത്ത് അദ്ദേഹം കാവലും നിന്നു. റെഡ്ഡി സലൂണിൽ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ സത്യവേലു പോലീസിന് സൂചന നൽകി. അദ്ദേഹത്തെ പിന്തുടർന്നു. ഷരീഫ് നഗറിന് സമീപം ഇൻസ്പെക്ടർ നാഗരാജ ഉർസ് റെഡ്ഡിയെ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തു. ആദ്യം റെഡ്ഡി മറ്റാരോ ആണെന്ന് അവകാശപ്പെട്ടുവെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം താൻ പരമ്പര കൊലയാളിയാണെന്ന് സമ്മതിച്ചു. പോലീസ് ഡ്രൈവർക്ക് 20,000 രൂപ പ്രതിഫലം നൽകി. റെഡ്ഡി ബ്രായും പാന്റിയും ധരിച്ചിരിക്കുന്നതായി കണ്ടെത്തി. ക്ലോക്ക് റൂമിൽ നിന്ന് പിടിച്ചെടുത്ത ഇയാളുടെ ബാഗേജിൽ നിരവധി സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. 18 ജോഡി പാന്റീസും 10 ബ്രായും 8 ചുരിദാറുകളും 6 സാരികളും 4 ബ്ലൗസുകളും 2 നൈറ്റികളും എന്നിങ്ങനെ അയാളുടെ ക്രൂര ബലാത്സംഗത്തിനിരയായ സാധു സ്ത്രീകളുടേതായിരുന്നു അതെല്ലാം തന്നെ. ഒടുവിൽ കേസ് കോടതിയിലെത്തി. വർഷങ്ങൾ നീണ്ട വാദത്തിൽ അയാൾക്കെതിരെ വധശിക്ഷയും വിധിച്ചു. എന്നാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയല്ലേ ആ വിധി ഇന്നും നടപ്പാക്കിയിട്ടില്ല. വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉമേഷ് റെഡ്ഡി ഹൈക്കോടതിയിലും രാഷ്ട്രപതിക്കും അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നേരത്തെ തന്നെ ദയാഹർജി തള്ളിയിരുന്നു. ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയുടെ വിധി ശരിവയ്ക്കുകയായിരുന്നു. ആ വിധി പുനഃപരിശോധിച്ച് നാളുകൾ നീണ്ടു പോകുമ്പോൾ നിരപരാധികളായ 20 സ്ത്രീകളുടെ ജീവനാണ് നീതി കിട്ടാതെ കഥയായി തുടരുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തൂ. പുതിയ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.